വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇനി നമ്മൾ പഠിച്ച എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന സ്റ്റോറിയിലെ ചില തീംസിനെ കുറിച്ച് ഉള്ള നോട്ട്സാണ്. സോ ലുക്ക് അറ്റ് വാട്ട് ആർ ദി തീംസ് ഓഫ് ദി സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. നമ്മുടെ സ്റ്റോറിയുടെ തീം എന്തൊക്കെയാണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന കഥയുടെ ഉൾപ്പെട്ടിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്? ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് മാജിക്കൽ റിയലിസം. യഥാർത്ഥത്തിൽ നമ്മുടെ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, മാജിക്കൽ റിയലിസത്തിൻ്റെ ബേസിലാണ്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് മാജിക്കൽ റിയലിസം. It examines the human response to those who are weak, dependent and different. ഇത് പരിശോധിക്കുന്നത് ഹ്യൂമൻ റെസ്പോൺസ്, മനുഷ്യൻ്റെ പ്രതികരണം, ടു ദോസ് ഹു ആർ വീക്ക്, ക്ഷീണിതരായിട്ടുള്ള ആളുകളോട്, ഡിപ്പെൻഡൻ്റ്, ആശ്രയത്വത്തിൽ കഴിയുന്നവരുടെ, ആൻഡ് ഡിഫറൻറ്റ്, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോൺലി ആയിട്ടുള്ള ആളുകൾ. അങ്ങനെ ആശ്രയത്തിൽ കഴിയുന്നവർ, ക്ഷീണിതരായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, ഈ മൂന്ന് ക്വാളിറ്റിയും തന്നെയാണ് നമ്മൾ ഓൾഡ് മാനിലൂടെ കണ്ടത്. ദി സ്റ്റോറി റിവീൽസ് നേച്ചർ റിലേറ്റഡ് ഗ്രീഡ്. ഈ സ്റ്റോറി വെളിവാക്കുന്നത് എന്താണ്? പ്രാപഞ്ചികമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായ, മനുഷ്യന് ഒരു സ്വഭാവം ഉണ്ടല്ലോ പ്രകൃതിദത്തമായിട്ട്, അതാണ് നേച്ചർ റിലേറ്റഡ് ഗ്രീഡ്. എല്ലാവരും പണസമ്പാദനം അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുക. ഗ്രീഡ്, ക്യൂരിയോസിറ്റി, ആകാംക്ഷ. അവിടെ ഗ്രീഡ് ആരെ സൂചിപ്പിക്കുകയാണ്? യഥാർത്ഥത്തിൽ ഇവിടെ ഫിനാൻഷ്യൽ ഗെയിനു വേണ്ടി പ്രവർത്തിച്ച പെലയെയും അതുപോലെ തന്നെ എലിസൻ്റെയുടെയും സ്വഭാവം ഒഴിവാക്കുന്നു. ക്യൂരിയോസിറ്റി, വില്ലേജേഴ്സ് എല്ലാം അവിടെ ജിജ്ഞാസുക്കളായിട്ട് എത്തി. ആൻഡ് ക്രൂവൽറ്റി, ആ പാവം മനുഷ്യനോട് കാണിച്ച കല്ലെറിയ വരെ ചെയ്തു. അതൊക്കെ റിലേറ്റഡ്. ഗ്രീഡ്, ക്യൂരിയോസിറ്റി ആൻഡ് ക്രൂവൽറ്റി, ഇതെല്ലാം എന്താണ്? നേച്ചർ റിലേറ്റഡ് ആണ്. ഹിയർ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് റിവീൽസ് ആൻഡ് എക്സ്പ്ലോർസ് സെവറൽ റിച്ച് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് തീംസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഇവിടെ വെളിവാക്കുന്ന എന്താണ്, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന എന്താണ്? സെവറൽ റിച്ച് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് തീംസ്. ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പലതരത്തിലുള്ള തീംസ് നമ്മുടെ ഈ സ്റ്റോറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദി സാക്രഡ്, ഹോളി ഓർ സൂപ്പർ നാച്ചുറൽ ആൻഡ് മുണ്ടൈൻ. ദി കോ എക്സിസ്റ്റൻസ് ഓഫ് ക്രൂവൽറ്റി ആൻഡ് കമ്പാഷൻ, ഹ്യൂമൻ ക്രൂവൽറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, സൂപ്പർസിഷൻ ആൻഡ് റാഷണാലിറ്റി, ഓർഡിനറി വേഴ്സസ് എക്സ്ട്രാ ഓർഡിനറി, ഐസൊലേഷൻ ആൻഡ് otherness, compassion and indifference, the power of the unknown, patience, empathy, faith, religion, morality. These are the themes. വളരെ തീംസായി ഉൾപ്പെടുന്നത് ഇതെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും സർവസ്പർശിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഈ സ്റ്റോറിയിലൂടെ അവതരിപ്പിക്കുന്നത്. ദി സാക്രഡ് ഓർ ഹോളി ഓർ സൂപ്പർ നാച്ചുറൽ ആൻഡ് മുണ്ടൈൻ. അവിടെ നമുക്ക് റിയാലിറ്റിയും കാണാം, മിത്തും കാണാം, അല്ലെങ്കിൽ ഫാൻറ്റസി കാണാൻ പറ്റും, റിയാലിറ്റിയും കാണാൻ പറ്റും. അതാണ് സാക്രഡ്, ഹോളി ഓർ സൂപ്പർ നാച്ചുറൽ. ആ വിങ്സ് അതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫ്രീഡത്തെ, റിലീഫിനെയൊക്കെ. ആൻഡ് മുണ്ടൈൻ മീൻസ് ലൗകികമായ ഭൗതിക ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കണ്ടീഷനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അനാട്ടമിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ വിങ്സ് സ്പിരിച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറിനെ സൂചിപ്പിക്കുന്നു. ദെൻ ദി കോ എക്സിസ്റ്റൻസ് ഓഫ് ക്രൂവൽറ്റി ആൻഡ് കമ്പാഷൻ. ഒരു സൈഡിൽ നമുക്ക് ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നു. ക്രൂരത കാണാം, അതുപോലെ തന്നെ കമ്പാഷനും കാണാം. ഒരു അർത്ഥത്തിൽ എലിസൻ്റെയ്ക്കും അതുപോലെ തന്നെ പെലായയ്ക്കും സിമ്പതി തോന്നുന്ന ഒരു നിമിഷം. ഇയാൾ വന്നതിന് ശേഷമാണ് ആ കുട്ടിയുടെ പനി കുറഞ്ഞത്, അതുകൊണ്ട് ഇയാളെ എന്ത് ചെയ്യാം, ഇയാളുടെ വിധിക്ക് വിടാമെന്ന് കരുതിയിട്ട് ഒരു ചങ്ങാടത്തിൽ കയറ്റി 3 ദിവസത്തെ വെള്ളവും സപ്ലൈ ചെയ്ത്
സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് കടലിലേക്ക് തള്ളിവിടാം എന്ന് ചിന്തിക്കുന്ന ഒരു സമീപനം ഉണ്ട്. അവിടെയാണ് നമുക്ക് ആ കമ്പാഷൻ കാണാൻ പറ്റുന്നത്. ക്രൂവൽറ്റി പല രീതിയിൽ കാണാം. ഹ്യൂമൻ ക്രൂവൽറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അവിടെ മനുഷ്യൻ്റെ ക്രൂരത എന്ന് പറയുന്നത്, ആളുകൾ വില്ലേജസ് വരുന്നു, അവരവരുടെ അസുഖങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു മന്ത്രവാദിനിയെ കണ്ടിട്ട് ഈ മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുഗത്തിൽ ആളുകൾ ചില ഈ പറയുന്ന മാസ്മരിക ശക്തിക്ക് പിറകെ പോകുന്നു എന്നത് സൂചിപ്പിക്കുകയാണ് അവിടെ. ആൻഡ് എക്സ്പ്ലോയിറ്റേഷനോടെ ഉദ്ദേശിക്കുന്നത് അവസാനം ആളുകൾ ഇയാളെ കാണാൻ തടിച്ചുകൂടിയ അവസരത്തിൽ അവിടെ വേലി കിട്ടി തിരിച്ചിട്ട് ഒരു കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടി നമ്മുടെ ദമ്പതികൾ ഒരുമ്പെടുന്നു എന്നുള്ളതാണ്. ഗ്രീഡ്, അത്യാഗ്രഹമൊക്കെ. പിന്നെ സൂപ്പർസ്റ്റിഷൻ ആൻഡ് റാഷണാലിറ്റി. അവിടെ യുക്തി ചിന്തയ്ക്ക് ഇടമുണ്ട്. അതുപോലെ തന്നെ വിശ്വാസവും അന്ധവിശ്വാസവും ഇടകലർന്ന് പ്രവർത്തിക്കുന്നു. ആ സ്ത്രീ വന്ന് പറയുന്ന ഒറ്റനോട്ടത്തിൽ, അയൽ സ്ത്രീ വന്ന് പറയുന്ന ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് ഒരു ഏഞ്ചലാണ്, നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അവിടെ ഓർഡിനറി വേഴ്സസ് എക്സ്ട്രാ ഓർഡിനറി. പിന്നെ ഐസൊലേഷൻ, ഒറ്റപ്പെട്ട. അവിടെ അയാൾ കടലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിൽ നിന്ന് എറിയപ്പെട്ട നീന്തി കയറിയ പ്രാകൃതനായ ഒറ്റപ്പെട്ട ഏകനായ ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്നു. കമ്പാഷൻ ആൻഡ് ഇൻഡിഫറൻസ്, ദി പവർ ഓഫ് ദി അൺനോൺ. പക്ഷേ അയാളുടെ മാസ്മരിക ശക്തിയിൽ കുറേ ആളുകൾ വിശ്വസിക്കുന്നു, അറിയപ്പെടാത്തവൻ്റെ. പിന്നെ പേഷ്യൻസ്, അയാളുടെ ക്ഷമ, അയാളോട് ചിലപ്പോൾ കാണിച്ചിട്ടുള്ള എമ്പതി, ഫെയ്ത്ത്, ആളുകളുടെ വിശ്വാസം, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. ഫെയ്ത്ത് മീൻസ് ദാറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സ്പിരിച്വൽ അല്ലെങ്കിൽ ഹോളി, സൂപ്പർ നാച്ചുറൽ. അവിടെയൊക്കെയാണ് ഫെയ്ത്ത്, ദൈവവിശ്വാസം. ബിലീഫ് എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസം എന്നാണ് അർത്ഥമെങ്കിലും നമ്മൾ അതിന് ഒരു എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ അതിനെ നമുക്ക് പ്രൂഫ് അല്ലെങ്കിൽ അതിന് എവിഡൻസ് ഇല്ല എന്നർത്ഥം. അതുപോലെ ഇത് റിലീജിയസ് ആയി കാണുന്നുണ്ട്. ഇതിൻ്റെ മൊറാലിറ്റി, ഇതൊക്കെയാണ് ദീസ് ആർ ദി തീംസ് ഓഫ് അവർ ഷോർട്ട് സ്റ്റോറി എവരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്. ഓക്കെ, ദീസ് തീംസ് പുഷസ്. ഈ തീംസ് നമ്മളെ എവിടേക്ക് തള്ളിവിടുന്നു? ടു ക്വസ്റ്റ്യൻ അവർ വാല്യൂസ്. ഇത് വായിക്കുന്ന ഒരാളിന് നമ്മൾ ഏതിൽ പെടുന്നു, ഏത് സ്വഭാവക്കാരനാണ്, ഈ തീമുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഉള്ളത് ഏതാണെന്ന് ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അവർ വാല്യൂസ് ചലഞ്ചസ് സോഷ്യൽ നോംസ് ആൻഡ് സ്ട്രൈവ് ഫോർ മോർ എത്തിക്കൽ ആൻഡ് എമ്പത്തറ്റിക് വേൾഡ്. അങ്ങനെ അനുകമ്പപൂർണമായ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പരസ്പരം ഒരു സാഹോദര്യത്വം, ഫ്രറ്റേണിറ്റി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാനും മറ്റുള്ളവനോട്. അപ്പോൾ എമ്പതി ഉണ്ട്, ഇവിടെ സിമ്പതി ഉണ്ട്, കമ്പാഷൻ ഉണ്ട്, ജനറോസിറ്റി ആൻഡ് കൈൻഡ്നസ്. ഇത്തരം ഗുണങ്ങൾ, ദീസ് ആർ ദി ക്വാളിറ്റീസ് മസ്റ്റ് ഹാവ് ഹ്യൂമൻ ബീങ്. മനുഷ്യൻ ആവശ്യമായ എല്ലാ ഗുണങ്ങളെയും ഈ തീംസിലൂടെ അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ തീംസ്, വി ക്യാൻ ക്രിയേറ്റ് മെനി തീംസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റീഡർ. നമുക്ക് ഒരുപാട് തീംസ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വായനക്കാരനെ ആശ്രയിച്ചിരിക്കും. അക്കോർഡിംഗ് ടു ഹിസ് നോളജ്, റീഡിങ് എബിലിറ്റി, പൊട്ടൻഷ്യാലിറ്റി. അത് വായനക്കാരനെ അല്ലെങ്കിൽ ലേണറെ അനുസരിച്ച് ഇരിക്കും. ഓരോ വരിയിൽ നിന്ന് നമുക്ക് ഓരോ തീംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ഈ തീമിലൂടെ കണ്ടുവരുന്നത്. മാജിക്കൽ റിയലിസത്തെക്കുറിച്ച് കൂടി ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദി നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. അവസാന സെഞ്ചുറിയിലെ ഒരു പുതിയ നറേറ്റീവ് സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. ദി വർക്ക്സ് ഓഫ് ഇറ്റ്, ഇതിൻ്റെ പ്രവർത്തനം, മാജിക്കൽ റിയലിസം വർക്ക് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഇറ്റ് ബ്ലസ് ദി ലൈൻസ് ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പ് അതിനെ മായ്ച്ചു കളയുന്നു. ഇവിടെ
മാജിക്കും അതുപോലെ തന്നെ റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പിനെ മായ്ച്ചു കളയുന്ന ഒരു പുതിയ റൈറ്റിംഗ് ടെക്നിക്സ് ആണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അവിടെ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി എക്സ്പ്ലെയിൻഡ് ത്രൂ ഔട്ട് ദി സ്റ്റോറി. ഈ കഥയിൽ ഉടനീളം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ത്രൂ ഔട്ട് ദി സ്റ്റോറി ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി, റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ്. അതിൽ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വിടവ്, അതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ മായ്ച്ചു കളയുക എന്നുള്ളതാണ് ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. I hope that you understood what are the themes related to our story, A Very Old Man with Enormous Wings. So please subscribe, share and support me. Thank you so much.